ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈത്തപ്പഴം ക്യാരറ്റ് കേക്ക് ഉണ്ടല്ലോ, ആ കേക്കാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കാരമലൈസ് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാരയുടെ നിറമൊക്കെ മാറി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കേക്കിനും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് തയ്യാറാക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽട്ടായി വരുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിലേക്ക് ചേർക്കാൻ ആവശ്യമായ ക്യാരറ്റ് ഈത്തപ്പഴമൊക്കെ തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 ഈത്തപ്പഴം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം മധുരമാണ്. ഇനി നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂ നട്ടും കിസ്മിസും. കാഷ്യൂ നട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 2 കറുവപ്പട്ടയും 2 ഏലക്കായും പിന്നെ ജാതിക്കയുടെ ഒരു 1/4 ഭാഗവും കൂടെ എടുത്ത് 3ഉം കൂടെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക. കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ച് വെച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം. ചേർക്കുന്ന സമയത്ത് എന്നോട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യരുത്, ഒരു 30 സെക്കൻഡ്സ് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കാരമൽ ചേർത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെ മിക്സ് ഇല്ലേ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റും ഡേറ്റ്സും കേക്കിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കേക്ക് എല്ലാം കൂടെ കേക്കിൻ്റെ അടിഭാഗത്ത് വന്ന് നിൽക്കും. അതിനു വേണ്ടിയാണ് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്നിൽ ബട്ടറോ ഓയിലോ തടവിയതിന് ശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാനൊരു പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്.
അവനില്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കാൻ? നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. പിന്നെ വളരെ ടേസ്റ്റിയുമാണ്. നമ്മൾ ബേക്കറി വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. പിന്നെ നിങ്ങൾക്കിത് ക്യാരറ്റ് മാത്രം വെച്ചോ അല്ലെങ്കിൽ ഈത്തപ്പഴം മാത്രം വെച്ചോ ഉണ്ടാക്കാം. പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. നല്ലൊരു ടീ കേക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ കേക്കിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.